അർച്ചന മുൻപും ഇങ്ങനെ ചാടിയിട്ടുണ്ട്. അന്ന് നിസ്സാര പരിക്കുകളോടെ അമ്മ രക്ഷപ്പെട്ടത് അർച്ചനയുടെ മൂത്തമോൾ ഐശ്വര്യ ഓർത്തെടുക്കുന്നു. അവളിപ്പോൾ 9ാം ക്ലാസ്സിലാണ്. ആനക്കൊട്ടൂരിലെ അർച്ചനയുടെ വീട്ടിൽ അനാഥരായ അർച്ചനയുടെ 3 മക്കൾ. ഐശ്വര്യയുടെ ഇളയവൻ ആദിത്യൻ 6ാം ക്ലാസ്സിൽ, അനുശ്രീ 4ാം ക്ലാസ്സിൽ. അവരുടെ ആശ്രയമായിരുന്നു പ്രിയപ്പെട്ട അമ്മ. ഫയർഫോഴ്സ് ജീവനക്കാരൻ സോണി ഉൾപ്പെടെ 3 പേരുടെ മരണത്തിനിടയാക്കിയ ആ കിണർ അപകടത്തിലേക്ക് നയിച്ച സംഭവം കേട്ട പോലെ ചാരായക്കുപ്പി ഒളിപ്പിച്ചതിന് ശിവകൃഷ്ണൻ തല്ലി എന്നതല്ല. അത് അർച്ചനയുടെ അമ്മ മിനി പറയുന്നു. ശിവകൃഷ്ണൻ അർച്ചനയെ തല്ലാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതിന് കാരണം വേറെ പലതുമാണ്. സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത വേദനയെന്ന് മിനി പറയുന്നു. അവൾ അങ്ങനെ ഒരു ദുർനടത്തക്കാരിയേ അല്ല. അർച്ചനയെ വിവാഹം കഴിച്ചയാൾ ഓയൂർ സ്വദേശിയായിരുന്നു. അതും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ കാരണം വിവാഹബന്ധം വേർപെടുത്തിയതാണ്. 3 മക്കളെ ഒറ്റയ്ക്ക് വളർത്തിയെടുക്കുന്ന തത്രപ്പാടിനിടയിൽ ഒരു കൂട്ടായി പിന്നീട് കൂടിയ ആളാണ് ഈ ശിവകൃഷ്ണൻ. മക്കൾക്കും തനിക്കും അയാൾ ഒരു തണലാവുമെന്ന് കരുതി. പുത്തൂർ വെളിയം സ്വദേശികളാണ് അർച്ചനയും അമ്മ മിനിയും. ആനാക്കൊട്ടൂരിലെ ലൈവ് ഭവന പദ്ധതിയിൽ കിട്ടിയ കുഞ്ഞു വീട്ടിലായിരുന്നു കഴിഞ്ഞ 5 വർഷമായി എല്ലാവരുടെയും താമസം. അവിടെ അമ്മയും 3 കുഞ്ഞുമക്കളും അർച്ചനയും താമസിക്കാൻ ഇടമില്ലായിരുന്നു. എന്നാൽ 3 കുട്ടികളെയും കൊണ്ട് ഒരു യുവതി മറ്റൊരിടത്ത് വാടകയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ ഓർത്ത് വിഷമിക്കുമ്പോഴാണ് എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും ശിവകൃഷ്ണൻ അർച്ചനയെ സ്നേഹിച്ചത്. ചെറുപ്പക്കാരാണ് 2 പേരും. ധനികർക്കു മാത്രമല്ല സാധുക്കൾക്കും രണ്ടാമതൊരു ജീവിതം മോഹിച്ചുകൂടുന്നുണ്ടോ എന്ന് മിനി ചോദിക്കുന്നു. ആദ്യമൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പയ്യെ പയ്യെ ശിവകൃഷ്ണൻ മദ്യപിക്കാൻ തുടങ്ങി. അതും കുടിച്ച് ലെക്ക് കിടുന്ന അവസ്ഥ. പലപ്പോഴും കുട്ടികളെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കേണ്ടി വന്നു അർച്ചനയ്ക്ക്. അർച്ചനയുടെ ഏക വരുമാനവും പിന്നെ ശിവകൃഷ്ണന്റെ മദ്യപാനവും. ഒരു കുപ്പി എടുത്താൽ ഒറ്റ ദിവസം, പിറ്റേന്ന് അർച്ചനയോട് പിന്നെയും പൈസ ചോദിക്കും വേറെ കുപ്പി എടുക്കാൻ. അർച്ചനയുടെ പ്രതിസന്ധികൾ അവളെ ഒരു ഭ്രാന്തിയാക്കും മുന്നേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവളെ അറിയുന്ന കൂട്ടുകാരും പറഞ്ഞു. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടും പരിസരവുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കോലാഹലങ്ങൾ നാട്ടുകാർ അറിഞ്ഞതേയില്ല. അവൾ ഒന്നും ആരെയും അറിയിക്കാതെ കൊണ്ടു നടന്നു. ഈയിടെ അവൾ ഒരു പാസ്പോർട്ട് എടുത്തു. പിള്ളേരെ വളർത്താൻ പുറം നാട്ടിലേക്ക് പോകാം. അർച്ചന ആയുർവേദ തെറാപ്പി പഠിച്ചിട്ടുണ്ട്. ശിവകൃഷ്ണൻ പാസ്പോർട്ട് കണ്ടെടുത്തു. കീറിക്കളയാൻ നോക്കി. നീ എവിടെയും പോണ്ട എന്ന് ശിവകൃഷ്ണൻ. അർച്ചന ഇവിടെ ഉണ്ടെങ്കിലല്ലേ അവന് വെള്ളമടിക്കാൻ കാശ് കിട്ടൂ. അർച്ചന പോയാൽ മക്കളെ മിനിയുടെ അടുത്ത് ഏൽപ്പിക്കും. അവിടെ ശിവകൃഷ്ണൻ പോകാറില്ല. നീ ഗൾഫിൽ പോണ്ട, ഞാൻ അതിന് അനുവദിക്കില്ല. ഇതായിരുന്നു അവന്റെ പ്രകോപനത്തിന് കാരണം. അർച്ചന റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോ ഇല്ലെങ്കിൽ ശിവകൃഷ്ണൻ മർദ്ദിച്ചിരുന്ന വിവരം പോലും പുറം ലോകം അറിയുമായിരുന്നില്ല. ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവൻ പൊലിഞ്ഞതിൽ അമ്മ മിനിക്കേറെ വിഷമമുണ്ട്. ഈ കിണറിന് 80 അടി താഴ്ച എന്ന് പറയുന്നു. അതിൽ കൂടുതൽ ആഴം ആ കിണറിനുണ്ട്. ഇത്തവണ അവൾ വെറും തമാശയ്ക്ക് ചെയ്തതല്ല, സഹികെട്ട് തന്നെ. അർച്ചനയുടെ മക്കളെ ഓർത്തെങ്കിലും കരുണയുള്ള സമൂഹം ഇനിയും എന്റെ മോളെ അപകീർത്തിപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ആ അമ്മ വിലപിക്കുന്നു. ജീവിതം അത് ഉരുളുന്നു എങ്ങോട്ടെന്നില്ലാതെ. ചിലരെ അനാഥരാക്കിക്കൊണ്ട് കണ്ണീർ കുടിപ്പിച്ചുകൊണ്ട്. സത്യമറിയാതെ നമുക്കുമൊന്നും പറയാവതല്ല. കരുണയുള്ളവർ, സമ്പത്തുള്ളവർ ആ 3 കുട്ടികളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ അപേക്ഷ.